പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞത് വലിയൊരു ദൗത്യം പ്രധാന സേവകൻ എന്ന നിലയിൽ, പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏറ്റെടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നാണ്. കാര്യം വ്യക്തമാണ്. ലോക്സഭയിൽ വനിതാ സംവരണം കൊണ്ടുവരിക എന്നത് എത്രയോ കാലമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുകയും തർക്കുകയും ചെയ്യുന്ന വിഷയമാണ്. 90കളിൽ BJP ആണ് വനിതാ സംവരണം ലോക്സഭയിൽ നടപ്പാക്കണം എന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച പാർട്ടി എന്നോർക്കണം. തുടർന്നിങ്ങോട്ട് BJP പല അവസരങ്ങളിലായി വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുമൊക്കെ ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ആ ബില്ല് ഒരു നിയമമായി യാഥാർത്ഥ്യമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അവസാനവട്ട ശ്രമം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ നടത്തിയത്. എന്നാൽ ഇതിന് പ്രതിപക്ഷത്തിന്റെ നിർലോഭമായ പിന്തുണ സർക്കാർ പ്രതീക്ഷിച്ചു എന്നതാണ് സർക്കാരിന് പറ്റിയ തെറ്റ് എന്ന് തോന്നുന്നു. നമുക്കറിയാം, മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 12 വർഷത്തിനിടെ ആദ്യമായിട്ട് പരാജയപ്പെടുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഈ വനിതാ സംവരണ ബില്ല് എന്നോർക്കണം. പ്രതിപക്ഷ കക്ഷികൾ മുന്നേ എടുത്തിട്ടുള്ള നിലപാട്, പലപ്പോഴും കോൺഗ്രസ് പോലുള്ള വലിയ പാർട്ടികളെങ്കിലും എടുത്തിട്ടുള്ള നിലപാട് സ്ത്രീ സംവരണം നടപ്പാക്കിയേ പറ്റൂ എന്നാണ്. ഇടതുപക്ഷ പാർട്ടികളാകട്ടെ അംഗബലമൊക്കെ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ കുറവാണെങ്കിലും, അല്ലെങ്കിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം കേരളം ഒഴിച്ച് മറ്റൊന്നുമില്ല എന്ന സാഹചര്യമാണ് എങ്കിലുമൊക്കെ സ്ത്രീ സംവരണം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം വേണം എന്ന് പ്രചരിപ്പിക്കുന്ന വിഭാഗമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായി നടിക്കുന്ന വിഭാഗമാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ നിലപാടുകൾ സ്വാഭാവികമായിട്ടും വനിതാ സംവരണ ബില്ലിനെതിരെയെങ്കിലും വരില്ല എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം NDA സർക്കാർ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട്. എത്രത്തോളം ഗൗരവം ഈ ബില്ലിന് കൊടുത്തു NDA സർക്കാർ എന്ന് നോക്കണം. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പരമാവധി സമയം നൽകിക്കൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഈ ബില്ലിനോട് പ്രതികരിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കളായ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഏതാണ്ട് 50 മിനിറ്റോളം സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധി വാദ്ര സംസാരിച്ചു. KC വേണുഗോപാലിനെ പോലെയുള്ളവർ സംസാരിച്ചു. എന്നാൽ ഇവർക്ക് ഒന്നും കാതലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഈ ബില്ലിനെതിരെ അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇവർ ഉയർത്തി കാണിച്ചത്. ഒന്നാമത്തെ കാര്യം, പുതിയ രീതിയിലുള്ള ഡീലിമിറ്റേഷൻ വരുമ്പോൾ 50% സീറ്റുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും എന്ന് പറഞ്ഞത് ഈ ബില്ലിൽ വ്യവസ്ഥയായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ഈ വാദം പാർലമെന്റിൽ ഉയർന്ന ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടുകയും ഈ വ്യവസ്ഥ ഈ നിയമത്തിൽ ഉൾപ്പെടുത്താം, ബില്ലിൽ ഉൾപ്പെടുത്താം എന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. മറ്റൊന്ന് ഡീലിമിറ്റേഷൻ, അതായത് മണ്ഡല പുനർനിർണയമായിരുന്നു തർക്കം. ഈ വിഷയത്തിൽ നമുക്കറിയാം എത്രത്തോളം കുതന്ത്രങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ അവയ്ക്ക് മുന്നിലുണ്ട്, അല്ലെങ്കിൽ അതാണ് അവർ നടപ്പാക്കുന്നത് എന്ന് ഇത് നിരീക്ഷിച്ചാൽ വ്യക്തമാകും. അതായത് ഏറ്റവും കൂടുതൽ NDA സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം, എന്തിന് 850 പേർക്ക് ഇരിക്കാവുന്ന ഒരു പാർലമെന്റ് മന്ദിരം കെട്ടിപ്പടുത്തു എന്നാണ്. രാജ്യം നമുക്കറിയാം, ജനസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യം വരുമ്പോൾ, രാജ്യം ആ അർത്ഥത്തിൽ വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. കാരണം ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം പ്രാതിനിധ്യം കുറയുമെന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 10 ലക്ഷം പേരാണ് ഒരു പാർലമെന്റ് മണ്ഡലത്തിലുള്ള വോട്ടർമാരെങ്കിൽ, അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, പൗരന്മാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 20-30 ലക്ഷം പേരെ പ്രതിനിധാനം ചെയ്യുന്നത് ഒറ്റ MP ആയിട്ട് ചുരുങ്ങും. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനയിൽ തന്നെ 82ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത്, ഓരോ സെൻസസ് കഴിയുമ്പോഴും ഡീലിമിറ്റേഷൻ നടത്താം, അങ്ങനെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്താം എന്നാണ് പറഞ്ഞത്. എന്നാൽ 2023 നിയമം, പാർലമെന്റ് അംഗീകരിച്ച നിയമത്തിൽ പറയുന്നത് അടുത്ത സെൻസസ് നോക്കിയിട്ട് അതനുസരിച്ച് ഡീലിമിറ്റേഷൻ നടത്തി സ്ത്രീ സംവരണം നടപ്പാക്കാമെന്നാണ്. എന്നാൽ അതുവരെ 2027 സെൻസസ് പൂർത്തിയാകുന്ന സെൻസസിന്റെ ഡേറ്റ കിട്ടാൻ 2028 ആകും. ആ ഇത് വച്ച് ഡീലിമിറ്റേഷൻ നടത്തി സ്ത്രീ സംവരണം നടപ്പാക്കുമ്പോഴേക്കും 2033-34 ഒക്കെ ആവുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ വരുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ത്രീ സംവരണം യാഥാർത്ഥ്യമാക്കണം എന്ന സതുദ്ദേശം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് മോദി ഗവൺമെന്റ് ഈ രീതിയിലുള്ള പുതിയ നീക്കവുമായിട്ട് മുന്നോട്ട് വന്നത്. എന്നാൽ അതിനെ എല്ലാ അർത്ഥത്തിലും തച്ചുടയ്ക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ചെയ്തത്. നമുക്കറിയാം, ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന സഖ്യം, അവർ ഒരിക്കലും ഇതിനു മുൻപ് ഈ രീതിയിൽ യോജിച്ച ഒരു സാഹചര്യമില്ല. രാഹുൽ ഗാന്ധി തന്നെ മറ്റ് സഖ്യകക്ഷി നേതാക്കന്മാരെയൊക്കെ വിളിച്ച്
ബന്ധപ്പെട്ട് അവരെല്ലാം ഈ വനിതാ സംവരണ ബില്ലിനെതിരെ വോട്ട് ചെയ്യും എന്ന് ഉറപ്പാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആണ് മറ്റൊരു കാര്യം, ഈ പാർട്ടികളൊക്കെ, അതായത് ഇന്ത്യ അലയൻസിലെ പാർട്ടികളൊക്കെ നേരത്തെ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്, അത് സമാജ്വാദി പാർട്ടി ആണെങ്കിലും RJD ആണെങ്കിലും ഒക്കെ, അതിൻ്റെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള മുലായം സിംഗ് യാദവ് ആയാലും ലാലു പ്രസാദ് യാദവ് ആയാലും ഒക്കെ തങ്ങൾ ഈ സംവരണത്തിന് എതിരാണ് എന്ന തുറന്ന നിലപാട് എടുത്തിട്ടുള്ളതാണ്. അത് രാഷ്ട്രീയ അന്തർനാടകങ്ങൾ നടക്കുന്ന ഉപശാലകളിലും അവർ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഏക പോംവഴി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പാട്രിയാർക്കിയുടെ വക്താക്കളായിട്ടുള്ള നേതാക്കന്മാരുടെ ശബ്ദം അടക്കിക്കൊണ്ടെങ്കിലും സ്ത്രീ സംവരണം ഉറപ്പാക്കണം എന്ന സതുദ്ദേശമാണ് സത്യത്തിൽ ഈ ബില്ലിന് കീഴിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ അമ്പേ തകർക്കുന്ന നിലപാടാണ് പുരോഗമനവാദികൾ എന്നൊക്കെ നിലപാടെടുക്കുന്ന ഇടതുപക്ഷമായാലും അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും, എല്ലാ കാര്യത്തിലും NDA സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ് ആയാലും സത്യത്തിൽ ചെയ്തത് സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീ വിരുദ്ധ നിലപാട് പച്ചയായി പുറത്തെടുക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ അവർ ചെയ്തത്. അങ്ങനെ ലോക്സഭയിൽ ഈ ബില്ല് പരാജയപ്പെടുത്തി. അതിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേതൃത്വത്തിൽ BJP ആണെങ്കിലും വലിയ രീതിയിലുള്ള വനിതാ മുന്നേറ്റം ഈ ബില്ല് അംഗീകരിക്കാതിരുന്ന പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ രാജ്യത്താകമാനം സംഭവിക്കുകയാണ്. ഡൽഹിയിൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് മാർച്ച് നടന്നു. അതുമാത്രമല്ല, പല ഇന്ത്യ അലയൻസ് ഘടകകക്ഷി നേതാക്കന്മാരുടെയും ആസ്ഥാനങ്ങളിലേക്ക്, പാർട്ടി ആസ്ഥാനങ്ങളിലേക്ക്, ഭരണകേന്ദ്രങ്ങളിലേക്ക് ഒക്കെ പ്രതിഷേധം ഈ ദിവസങ്ങളിൽ നടക്കും. വലിയ തോതിലുള്ള സ്ത്രീ മുന്നേറ്റം രാജ്യത്ത് രൂപപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യം തിരിച്ചറിഞ്ഞ് താൻ ജനങ്ങൾക്കൊപ്പമാണ്, താൻ സ്ത്രീ മുന്നേറ്റത്തിനൊപ്പമാണ്, താൻ പുരോഗമന മനസ്സുമായി മുന്നോട്ട് നീങ്ങുന്ന രാഷ്ട്രീയ രംഗത്തുള്ള, പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കൊപ്പമാണ്, സർവോപരി സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീ മുന്നേറ്റത്തിനൊപ്പമാണ് എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടി രാഷ്ട്രത്തെ ഇന്ന് അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളെല്ലാം ഈ ആശയം ഊട്ടിയുറപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിന് വലിയ തോതിലുള്ള പിന്തുണ സമൂഹത്തിൽ നിന്നുണ്ടാകണം. പ്രതിപക്ഷ കക്ഷികളുടെ ഈ കുടിലതന്ത്രം തിരിച്ചറിയാൻ സമൂഹത്തിന് സാധിക്കണം. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും. ഭാരതത്തിന്റെ ഒന്നാകെയുള്ള ഉന്നമനത്തിന് വിലങ്ങ് തടിയാണ് ഈ പ്രതിപക്ഷ ഇന്ത്യ അലയൻസ് സഖ്യ കക്ഷികളുടെ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ നേതാക്കന്മാരുടെ, ഈ പാർട്ടികളുടെ പ്രവർത്തനം എന്ന് വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രഭാഷണത്തിന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ അലയൊലികൾ തുടർന്ന് അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ബംഗാൾ തെരഞ്ഞെടുപ്പിലായാലും അല്ലെങ്കിൽ തമിഴ്നാട് തെരഞ്ഞെടുപ്പിലായാലും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലായാലും ഭരണപരമായ നീക്കങ്ങളിലായാലും ഒക്കെ ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകും. സ്ത്രീ സംവരണം യാഥാർത്ഥ്യമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത സമയത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ദിശയിലേക്കുള്ള എന്ത് എതിർപ്പുകൾ ഉണ്ടായാലും പല എതിർപ്പുകളെയും തട്ടി നീക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്ത്രീ സംവരണം യാഥാർത്ഥ്യമാക്കുക എന്നതിലേക്ക് NDA ഭാരതത്തെ കൊണ്ടെത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.